ലെറ്റ്സ് സ്റ്റഡി ടുഗദർ കേരള PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചാണ്. ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും പോയി കാണുക. അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും കാണാൻ സാധിക്കും. പ്ലാനിംഗ് കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ യോജനാ ഭവനാണ്. എവിടെയാണ്? ന്യൂഡൽഹിയിലെ യോജനാ ഭവനാണ് പ്ലാനിംഗ് കമ്മീഷൻ്റെ ആസ്ഥാനം. ആദ്യ പ്ലാനിംഗ് കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? C.D. ദേശ്മുഖ്, V.T. കൃഷ്ണമാചാരി, G.L. മേത്ത, R.K. പാട്ടീൽ എന്നിവരൊക്കെയായിരുന്നു ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷനിലെ അംഗങ്ങൾ. ആരൊക്കെയായിരുന്നു? C.D. ദേശ്മുഖ്, V.T. കൃഷ്ണമാചാരി, G.L. മേത്ത, R.K. പാട്ടീൽ. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. എന്നാണ് 1950 മാർച്ച് 15-നാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. എന്താണ്? ഒരു ഉപദേശക സമിതിയാണ് ആസൂത്രണ കമ്മീഷൻ. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. ആദ്യ ഉപാധ്യക്ഷനോ? ഗുൽസാരിലാൽ നന്ദ. അത് മറക്കരുത്. ജവഹർലാൽ നെഹ്റു ആദ്യ അധ്യക്ഷനും ഗുൽസാരിലാൽ നന്ദ ആദ്യ ഉപാധ്യക്ഷനുമായിരുന്നു. പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാന ചെയർമാൻ ആരായിരുന്നു? നരേന്ദ്രമോദി. പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാന ഡെപ്യൂട്ടി ചെയർമാൻ ആരായിരുന്നു? മോണ്ടേക് സിംഗ് അലുവാലിയ. മറക്കരുത്, അവസാന ചെയർമാൻ നരേന്ദ്രമോദിയും അവസാന ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? മോണ്ടേക് സിംഗ് അലുവാലിയയുമാണ്. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം 1965-ലാണ്. 1965-ലാണ് എന്ത് സ്ഥാപിച്ചത്? നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ. സമാന്തര ക്യാബിനറ്റ്, ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്തിനെയാണ്? ആസൂത്രണ കമ്മീഷനെയാണ്. എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? സമാന്തര ക്യാബിനറ്റ്, ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല്. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം 2001-ലാണ്. എന്താണ്? 2001-ലാണ് ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്.